ഇന്നലത്തെ എപ്പിസോഡിൽ അപ്സരയ്ക്കും നോറയ്ക്കും പ്രത്യേക സ്ക്രീൻ സ്പേസും പരിഗണനയും കൊടുക്കുന്ന കാര്യം അപ്സരയിൽ നിന്ന് തന്നെ തുടങ്ങാം. നോറയെ കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. ഏഷ്യനെറ്റ് കുടുംബാംഗമാണല്ലോ അപ്സര. പ്രത്യേക സ്ക്രീൻ സ്പേസ് കൊടുക്കാനായിട്ട് വേറെ കാരണങ്ങളൊന്നും വേണ്ട. അപ്സരയൊക്കെ നിന്നങ്ങോട്ട് നിലവിളിക്കുമായിരുന്നു, അഴിഞ്ഞാടാൻ സ്പേസ് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു. സാധാരണ സംസാരിക്കുന്ന ഒരു പിച്ചിലോ സൗണ്ടിലോ ഒന്നും അല്ല ലാലേട്ടൻ സംസാരിച്ചത്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, വോളിയം കൂട്ടി ഇങ്ങ് നിലവിളിക്കുമായിരുന്നു. ഇത്രയും നിലവിളിക്കേണ്ട കാര്യം എന്താണ്? ലാലേട്ടനെ അപമാനിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ലാലേട്ടനാണ് മുന്നിൽ നിൽക്കുന്ന, ഒരു ബോധവും ഇല്ലാടങ്ങും നിലവിളിക്കുവാണ് അങ്ങോട്ട്. ഹിന്ദിയിലോ വല്ലതാണ് ഇത് നടക്കുന്നതെങ്കിൽ അപ്സര കത്തം ഹോ ജായക കേട്ടോ. സൽമാൻ തൂക്കിയെടുത്ത് വെളിയിലോട്ട് ഇട്ട് സ്പോട്ട് എവിക്ഷൻ അടിച്ചു കൊടുക്കും. ഇപ്പൊ ലാലേട്ടനായിട്ട് മാത്രമാണ് അതങ്ങോട്ട് കേട്ട് നിന്നത് അപ്സരയുടെ നിലവിളി. ഋഷി HR അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഓക്കെ, സമ്മതിച്ചു. അത് പറയാനായിട്ട് എന്തിനാണ് ഋഷിയുടെ ഭൂമിശാസ്ത്രവും ജാതകവും ഒക്കെ എടുത്തോണ്ട് വന്ന് കിടന്ന് മൂങ്ങുന്നത്? പുറത്തായ ഒരു കണ്ടസ്റ്റന്റിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്സര ഈ സംസാരിക്കുന്നത് കേട്ടപ്പോ. കാരണം ആ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെന്റൻസിൽ ഉത്തരം പറയേണ്ട സ്ഥലത്ത് 100 പേജിലാണ് അപ്സര ആൻസർ പറയുന്നത്. വേറെ ആരെയും ടാർഗറ്റ് ആയിട്ട് കിട്ടിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജിൻഡോ ആയിരുന്നു ടാർഗറ്റ് ഒരാഴ്ച മുമ്പ് വരെ, നോട്ട് ദ പോയിന്റ് ഒരാഴ്ച മുമ്പ് വരെ. പക്ഷെ ഒരു മത്സരാർത്ഥിയുടെ എവിക്ഷൻ അതിൽ ബോധോദയം ഉണ്ടാക്കി. അതിനുശേഷം ജിൻഡോ ചേട്ടനാണ് അപ്സരയ്ക്ക് എല്ലാം. ഋഷിയും പവർ ടീമുമാണ് ടാർഗറ്റുകൾ. ഋഷിയെ ലാലേട്ടൻ എടുത്തിട്ട് കുറഞ്ഞപ്പോ അപ്സരയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ കാണണമായിരുന്നു. ഉള്ളിലെ വിഷം മുഖത്ത് കറക്റ്റ് ആയിട്ട് അറിയാനുണ്ടായിരുന്നു. പിന്നെ അപ്സരയെ വിമർശിച്ചാല് അപ്സരയുടെ PR ടീം വെട്ടിക്കിളികൾ വന്നിട്ട് തെറി വിളിക്കുമെന്നൊക്കെ ആണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അതിന് നേതൃത്വം കൊടുക്കാൻ പുള്ളിക്കാരുടെ പാർട്ണറും ഒക്കെ ഉണ്ട്. എനിക്കൊരു ചുക്കുമില്ല. PR-കൾക്ക് എത്ര വേണേലും തെറി വിളിക്കാം. ഞങ്ങളുടെ കഞ്ഞിയിൽ ഞാൻ പാറ്റിയിടുന്നില്ല. എന്റെ കമന്റ് സെക്ഷൻ ഞാൻ തുറന്നു തന്നിരിക്കുന്നു. ആൽബി ചേട്ടനോ ആർക്ക് വേണേലും വന്ന് തെറി വിളിക്കാം. പുള്ളിയാണ് നേതൃത്വം കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. പക്ഷെ നമ്മൾ പറയാനുള്ളത് അവിടെ പറയുക തന്നെ ചെയ്യും. ഇവരൊരു ഫേക്ക് ചിരിയും ഫിറ്റ് ചെയ്ത് അവിടെ ഇരുന്നാലും മികച്ച ഗെയിമർ എന്നൊന്നും പറയാൻ തോന്നത്തില്ല എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് അറിയാൻ പറ്റും എന്തുമാത്രം വിഷം ഇവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം. തിളച്ച എണ്ണയുടെ കാര്യം തന്നെ എടുക്കാം. ഇവര് വലിയ പുണ്യാളത്തി ആയിരുന്നുവെങ്കിൽ ആദ്യം പറയേണ്ടത് ആ പോയിന്റ് ആണ്. തിളച്ച എണ്ണ ഉണ്ടായിരുന്നു, അൻസിബ ആങ്ഷ്യസ് ആയിരുന്നു എന്നൊരു കാര്യമാണ് പറയേണ്ടത്. അൻസിബ ചൂടായത് മാത്രം പ്രേക്ഷകരെ പറഞ്ഞ് വിഡ്ഢികളാക്കാൻ നോക്കുന്നു. അൻസിബ ഇത് പിന്നീട് പറഞ്ഞപ്പോഴാണ് ഞാൻ വരെ ഈ ഒരു കാര്യം അറിഞ്ഞത്. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്സരയെ പോലൊരു ഏഷ്യനി ആ വീട്ടിൽ വേറെ ഇല്ല. വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റമായിരുന്നു ഇവര് സംസാരിച്ച അത്രയും സമയം. ഇന്നലത്തെ എപ്പിസോഡിൽ അൺസൈക്കബിൾ ആയിരുന്നു, വെറുത്തുപോയി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും